നിരവധി ഓസ്കാർ നോമിനേഷൻ കിട്ടിയുള്ള മാർട്ടി സുപ്രീം എന്നുള്ള സിനിമ വെറും 129 രൂപ ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ടിക്കറ്റ് കൂടാതെ ഫുഡിനും ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു. മാർട്ടി സുപ്രീം സ്റ്റാറിംഗ് ടിമോത്തി ഷാലമേ, ഗെനിത് പാൽട്രോ ആൻഡ് സെവറൽ അതേഴ്സ്. ഫ്രം ദ ഡയറക്ടർ ജോഷ് സാഫ്ഡി, ഡയറക്ടർ ഓഫ് അൺകട്ട് ജെംസ്. ഇത്തവണ മിക്കവാറും ഓസ്കാർ മച്ചാൻ തൂക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സിനിമയുടെ പേര് മാർട്ടി സുപ്രീം എന്നാണെങ്കിലും വേറെ ലെവല് പടമാണെങ്കിലും ക്യാരക്ടേഴ്സ് ആർ സുപ്രീംലി ടോക്സിക് എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള കട്ട ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സാണ് ഇതിനകത്തുള്ളവർ. പക്ഷേ പെരുത്തിഷ്ടമായി പടം. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം പടം. പിന്നെ ഇത് 18+ മൂവിയാണ്. ഒരുപാട് സെക്സ് സീൻസ് പടത്തിലുണ്ട്. അതുപോലെ തന്നെ ഈവൻ ഇന്ത്യൻ ഈ ഒരു തിയേറ്റേഴ്സിലേക്ക് വന്നിട്ട് പോലും ഇതിനകത്ത് ഒരുപാട് ബെയർ ബട്ടോക്ക് സീൻസൊക്കെ ഉണ്ട്. ആളുടെ പിന്നാമ്പുറം നല്ല രീതിയിൽ കാണിച്ചു തരുന്നുണ്ട്. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തൊക്കെ ഒരുപാട് സീക്വൻസസ് ഉണ്ട്. ഭയങ്കര സേഡിസം ടൈപ്പ് ഓഫ് സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ പക്ക 18+ പടമാണ്. പിള്ളേരൊന്നും കൊണ്ട് ദയവ് ഈ സിനിമയ്ക്ക് പോകരുത്. അതും കൂടെ ഞാൻ പറയുന്നു. ഈ സിനിമയുടെ ടൈറ്റിൽ തന്നെ കാണിക്കുന്നത് ഒരു സെക്സ് സീൻ കഴിഞ്ഞിട്ടാണ്. അതിനെ തുടർന്നുള്ള ഒരു ആക്ടിവിറ്റിയിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവത്തിൽ നിന്നാണ് ഈവൻ ഈ സിനിമയുടെ ടൈറ്റിൽ സീൻ പോലും കാണിക്കുന്നത്. പക്ഷെ അത് വേറെ ലെവലിൽ എഡിറ്റ് ചെയ്തും ഫിലിം ചെയ്തും വെച്ചിട്ടുണ്ട്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ്റെ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. അജാതി ഒരു സാധനമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇത് ചിലർക്ക് കാണുമ്പോൾ എന്നുള്ള അവസ്ഥയായിരിക്കും. പണ്ട് ഗ്യാസ്പർ നോയുടെ ലവ് എന്നുള്ളൊരു സിനിമ 2015 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കൊണ്ടുപോയിട്ടപ്പോഴേക്കും ഓപ്പണിംഗ് സീൻ തന്നെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ന്യൂഡിറ്റിയും ജെനിറ്റൽസൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഭയങ്കര ഹാർഡ് കോർ ഒരു സെക്സ് സീനാണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ദ വെരി മൊമെൻറ്റ് സ്ക്രീൻ ഓൺ ആകുമ്പോൾ തന്നെ കാണുന്നത്. അത് കണ്ടിട്ട് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാൻസലൊക്കെ എനിക്കൊന്ന് ആൾക്കാർ ഇറങ്ങിപ്പോയിരുന്നുണ്ട് കുറേ പേരൊക്കെ. ഭയങ്കര സീനായിരുന്നു. അപ്പോൾ ഇത് അത്രത്തോളം അങ്ങനെ ഗ്രാഫിക് ന്യൂഡിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ന്യൂഡിറ്റി ഉള്ള രീതിയിലല്ല തുടങ്ങുന്നെങ്കിൽ പോലും ഒരു സെക്ഷൽ ആക്ടിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് സംഭവം കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ല ഇതൊരു അൺഅപ്പോളജറ്റിക്കലായിട്ടുള്ള ഒരു പടമാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് അടിപൊളി സംഭവങ്ങൾ എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി യൂസേജ് ഓഫ് മ്യൂസിക്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇറങ്ങിയ ഫോറെവർ യങ് എന്നുള്ള ഒരു പാട്ട്, അതുപോലെ എവ്രിബഡി വാണ്ട്സ് ടു റൂൾ ദ വേൾഡ്, ആ പാട്ടൊക്കെ അടിപൊളിയായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്നെ സംബന്ധിച്ചൊരു 80s 90s കിഡ്സ് എന്നുള്ള രീതിയിൽ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ഹോൾസം ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയത്. ഇതെല്ലാം ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ്. ഈ സിനിമയിൽ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ സിനിമയിൽ ഒരു സെക്കൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല. എനിക്ക് ബോറടിച്ചില്ല. ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അത്രയും ഫാസ്റ്റായിട്ടാണ് ഇതിലെ സംസാരവും. അതേപോലെ ആ സംസാരം പോലെ തന്നെയാണ് ഈ സിനിമയുടെ പേസിങ്ങും. സബ് ടൈറ്റിൽസ് ഇല്ല. എനിക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല. ഞാൻ സബ് ടൈറ്റിൽസിൽ ഡിപ്പെൻഡ് ചെയ്യാതെ പടം കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. പക്ഷേ സബ് ടൈറ്റിലുള്ള തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഈസി ടു ക്യാച്ചപ്പ്. കാരണം നല്ല ഫാസ്റ്റാണ്. എനിക്ക് അത്രയും സിനിമ കണ്ടുള്ള പരിചയമുള്ളതുകൊണ്ട്, പിന്നെ എൻ്റെ സ്കൂള് എനിക്ക് നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം തന്നിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷെ കിടിലം പടമാണ്, ഒന്നും പറയാനില്ല. വേറെ ലെവല് സിനിമ, വേറെ ലെവല് പടം. മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. കിടിലം പടം. അതും ഇതൊരു സ്പോർട്സ് ഡ്രാമ കൂടിയാണ്. ലൂസ്ലി ബേസ്ഡ് ഓൺ എ ക്യാരക്ടർ ഇൻ റിയൽ ലൈഫ്. പടം ഒരു പിങ് പോങ് അഥവാ ടേബിൾ ടെന്നീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. മോട്ടിവേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഒരു പ്രത്യേക തരം പടമാണ്. ഇതിലെ ക്യാരക്ടർ കട്ട നെഗറ്റീവാണ്. കട്ട നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ടോക്സിക് ക്യാരക്ടറാണ്. അതൊരു മയമില്ലാതെ അൺഅപ്പോളജറ്റിക്കലി എടുത്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടർ അത് മികച്ച രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അൺകട്ട് ജെംസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയല്ല. പക്ഷേ ഇതെനിക്ക് ഒടുക്കത്തെ ഇഷ്ടപ്പെട്ടു. അൺകട്ട് ജെംസ് എനിക്ക് ഇമ്പ്രസീവായി തോന്നിയത് ആഡം സാൻഡലർ അത് ചെയ്തുകൊണ്ടാണ്. കാരണം സ്ഥിരമായി വൻ കോമഡി റോളിൽ കണ്ട ആഡം സാൻഡലറിനെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടെങ്കിലും ആസ് എ സിനിമ നോക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പടമല്ല. പക്ഷേ ഇത് കിടിലം പടമാണ്. ടിമോത്തി ഷാലമേ ഈസ് ആൻ അൺഅപ്പോളജറ്റിക്കലി ടാലൻറ്റഡ് ആക്ടർ. അങ്ങനെ കൂടെ ഞാൻ പറയാം. അവൾ ആ ഒരു ടോക്സിക് ട്രേറ്റ് വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഒരു അറഗൻറ്റ് ഇൻസലൻ്റ് ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ബോസി
ബിച്ചി എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആൾ അമ്മ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഭയങ്കര വെരിക് പിടിച്ച ഒരുത്തെന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു റോളാണ്. ഭയങ്കര ഹാർഡ് കോർ സെൽഫിഷാണ് ഒക്കെയാണ്, പക്ഷേ കിടിലം പടവും. അതാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു ഹാപ്പി ലല്ലല്ല ടൈപ്പ് ഓഫ് മൂവി കാണാൻ പോയാൽ നിങ്ങൾ അത് പ്രതീക്ഷിച്ച് പോയാൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്, നേരെ ഓപ്പോസിറ്റ് സാധനമാണ്. പക്ഷേ ഇതിലുള്ള ഡയലോഗ്സും സിറ്റുവേഷണൽ കോമഡി എല്ലാം കൂടി നമുക്ക് ചിരി വരുന്ന കുറേ മൂമെൻറ്റ്സ് ഉണ്ട്, ടെൻഷൻ അടിക്കുന്ന ടൈപ്പ് ഓഫ് മൂമെൻറ്റ്സ് ഉണ്ട്. മൊത്തത്തിൽ ബാക്ക്ഡ് ബൈ ഗ്രേറ്റ് പെർഫോമൻസസ്. ഇതിലൊരു നടിയുണ്ട്, ഗ്വെനിത് പാൽട്രോ, നമ്മുടെ പെപ്പർ പോട്ട്സ് ആയിട്ട് അയൺമാനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പക്ഷേ ഇതിനകത്തുള്ള റോള് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്തൊരു സെഡക്റ്റീവ് ആക്ട്രസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രത്യേക തരം, എല്ലാവരും ടോക്സിക് ട്രേറ്റ്സ് ഉള്ള ക്യാരക്ടേഴ്സാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എല്ലാവരും ഇങ്ങനെ എന്താണ് പറയണത്, കർമ്മ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അയാളെ ചതിക്കുന്നു, ഇയാളെ അങ്ങനെ ഒരു നന്ദിയില്ലാത്ത ടൈപ്പ് ഓഫ് കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് ഇതിനകത്ത്. അങ്ങനത്തെ ഭയങ്കര ടോക്സിക്കാണ് ക്യാരക്ടേഴ്സ്. പക്ഷെ അത്രയും ഗംഭീരമായി അഭിനയിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു ഗംഭീര പടം എന്നല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. റോ, അൺഅപ്പോളജറ്റിക്കലി റോ, അങ്ങനത്തെ ഒരു മൂവിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. മാർട്ടി സുപ്രീം വാസ് സുപ്രീംലി പെർഫോംഡ് ബൈ ടിമോത്തി ഷാലമി. അതാണ് എനിക്ക് തോന്നിയത്. ഇറ്റ് ഈസ് എ സുപ്രീംലി ടോക്സിക് ക്യാരക്ടർ. അത് ഗംഭീരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു നടിയുണ്ട് ഇതിനകത്ത്. ആ നടി സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ നടിയുടെ പേര് എനിക്കറിയില്ല, അറിയാൻ കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് ടിമോത്തി ഷാലമയുടെ ലവ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അതിനകത്ത് ഒന്നിക്കുള്ളിൽ ലവ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്നൊരു ഫ്ലിങ്ങും വേറൊന്ന് ഒരു സോർട്ട് ഓഫ് ലവ് സംഭവമാണ്. അതും ഇതൊക്കെ നമ്മൾ ഭയങ്കര ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സാണ്. അത് രണ്ടും അവിഹിതവും അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു യങ് ആയിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ അഭിനയിച്ചിരിക്കുന്ന ആക്ട്രസ് സൂപ്പറായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ് വരുമ്പോഴേക്കും പുള്ളിക്കാരിയുടെ ആക്ടിങ് കിടുകയാണ്, ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് പുള്ളിക്കാരി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരി എവിടെ കണ്ടിട്ടുണ്ട്, എവിടെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ആ ഷീഹൾക്കിലൊക്കെ അഭിനയിച്ച ആക്ട്രസിൻ്റെ ഒരു ഫേസ് കട്ട് ഉണ്ട്, പക്ഷേ അതുപോലെ വെറുപ്പിക്കലില്ല. ഇതിനകത്ത് ആൾ സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ജാപ്പനീസ് ഒരു ആക്ടറുണ്ട്, പിങ് പോങ് സ്റ്റാർ ആയിട്ടുള്ള. ഓയ്യോ, പുള്ളി എന്തൊരു കമാൻഡിങ് ഒരു സ്ക്രീൻ പ്രസൻസ് ഡേ. എൻഡിങ്ങിൽ, അതായത് ക്ലൈമാക്സിൻ്റെ ആ ടൈമിൽ ആ ലാസ്റ്റ് 10 minutes വാസ് ടോട്ടലി ഗൂസ് ബംസ് സാധനമായിരുന്നു. വെറുതെ കിട്ടില്ല. ലാസ്റ്റ് ഒരു സംഭവമുണ്ട്, ഈ നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയ സിനിമയിൽ ലാസ്റ്റ് ഒരു സംഭവമില്ലേ, അതുപോലെയല്ലേ ഇത്. പക്ഷേ ഞാൻ പറയണത്, നമ്മൾ ഗെയിമിനകത്ത് നമ്മൾ റൈവൽസ് ആയിരിക്കും, പക്ഷേ രണ്ട് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലം പടം, കിടിലം പടം. കാണാൻ വൈകിപ്പോയാൽ സങ്കടമുള്ളൂ, പക്ഷേ അതിൻ്റെ കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു, നല്ല രീതിയിൽ മൈഗ്രെയിന്, മൂക്കടപ്പ് പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു സൈഡിൽ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, കുറച്ച് വളരെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് വീക്കെൻഡിൽ വന്നുകൊണ്ട് എനിക്ക് അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോയതുകൊണ്ട് എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ല, ടൈം കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ കൊട്ട ബുക്കിംഗാണ് ഈ സിനിമയ്ക്ക്, കൊട്ട ബുക്കിങ്. പിന്നെ എന്തോ ഭയത്തിന് ട്യൂസ്ഡേ ഓഫർ എനിക്ക് കിട്ടിയോണ്ട് 129 രൂപ കാണാൻ പറ്റി. പിന്നെ ഈ സിനിമ, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ, ഇത് ഫിലിം ക്യാമറയിൽ എന്തോ എടുത്തിട്ടുള്ള സിനിമയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു കഞ്ഞിക്കൂറ വെന്യൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന സ്ക്രീൻ 2 PVR ലുലു മോളിൽ പോലും ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഈവൻ ഡാർക്കർ സീൻസ്, രാത്രിയുള്ള സീൻസിൽ പോലും തിരക്കേടില്ലാത്ത ഒരു വിഷ്വൽ എനിക്ക് കാണാൻ പറ്റി. ലൈറ്റ് ലീക്കേജ് ഒഴികെ സത്യം പറഞ്ഞാൽ കിടിലനായിട്ട് ഈ ഒരു സിനിമ കാണാൻ പറ്റി. എനിക്ക് തോന്നുന്നത്, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ, ഞാൻ ടെക്സ്റ്റ് സൈഡ് എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് ഐ എം പ്രിറ്റി ഷുവർ ഇത് ഫിലിമിൽ എടുത്തിരിക്കുന്ന സിനിമ, പാനവിഷനിൽ എന്തോ എടുത്തിരിക്കുന്ന സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് പാനവിഷൻ എന്നുള്ള ഒരു ബ്രാൻഡിങ് കണ്ട പോലെ എനിക്കൊരു ഓർമ്മ. അത്ര ഒരു ക്വാളിറ്റി ഞാൻ കണ്ടു. അത് പൊതുവേ ഇത്രയും ക്വാളിറ്റി എനിക്ക് ഫിലിം ക്യാമറയിൽ നിന്നാണ് ഞാൻ ഔട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഐ എം പ്രിറ്റി ഷുവർ, ഫിംഗേഴ്സ് ക്രോസ്ഡ്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ എം പ്രിറ്റി ഷുവർ ദിസ് മൂവി ഷോട്ട് ഇൻ ഫിലിം. ആ ഒരു ഫീൽ എനിക്ക് കണ്ട്. കാരണം സിനോണിൽ ഇത്ര കിടലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അത് ഫിലിമിന് ഷൂട്ട് ചെയ്യാനാണ് ഹൈ ചാൻസസ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്കൊരു സങ്കടമുള്ളതെന്ന് വെച്ചാൽ, ഈ സിനിമ A24 മൂവിയാണ്. യൂഷ്വലി A24 മൂവീസ് എല്ലാം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ് വരാറുള്ളത്, പക്ഷേ ഈ സിനിമ സ്കോപ്പ് ആസ്പെക്ട് റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ദിസ് ഷുഡ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ. കാരണം ഈ പടം ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ കാണാൻ അടിപൊളിയായിരുന്നു തന്നെ. ഞാൻ കണ്ടതും ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീനിലാണ്, പക്ഷേ ഇത് സ്കോപ്പ് പടമായതുകൊണ്ട് മുകളിലടിയും ബ്ലാക്ക് ബാർ ഉണ്ടായിരുന്നു. പക്ഷേ അത് സിനിമ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ
വന്നില്ല കേട്ടോ. കാരണം സിനിമയിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട്, ഈ സ്പോർട്ടിൽ മുഴുകിയിരിക്കുന്നതുകൊണ്ട്, ഈ ക്യാരക്ടറിൽ ഇൻവെസ്റ്റഡ് ആയിരുന്നതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ബാർ അധികം ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പറയേണ്ടി വരും. ഇപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ ബ്ലാക്ക് ബാർ ഒന്നും വിഷയമില്ലാതെ തോന്നും. പക്ഷേ ഐ വിഷ്ഡ് ദിസ് മൂവി വാസ് ഇൻ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ. അത് മാത്രമല്ല, ഇത് 30 അബ്രോഡിൽ ഐമാക്സിൽ ഇറങ്ങുന്നുണ്ട് DMR ചെയ്തിട്ട്. അപ്പോൾ ഇന്ത്യയിൽ അത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഐമാക്സിൽ ഗംഭീര വാച്ചായിരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ്, ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ ഔട്ട് എടുക്കണമായിരുന്നു ഈ സിനിമയെന്ന് എനിക്ക് തോന്നുന്നു. ഇഫ് ഇറ്റ് ഇസ് ഷോർട്ട് ഇൻ ഫിലിം, മസ്റ്റായിട്ട് ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിൽ എടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഐമാക്സിലേക്ക് വരുമ്പോൾ ഇനി ഫ്ലാറ്റ് ഫുട്ടേജ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇഫ് ദേ ഹാവ് പ്രിസർവ്ഡ് ദ ഒറിജിനൽ ഫുട്ടേജ്. ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തതെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വുഡ് ഹാവ് ദ 35mm അല്ലെങ്കിൽ 70mm ഫിലിം. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ലെൻസസ്. അവർ ലെൻസ് എന്താ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. വല്ല സ്പെറിക്കൽ അല്ലാത്ത ലെൻസാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നെങ്കിൽ പറയാൻ പറ്റില്ല. എന്തായാലും ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഔട്ട്പുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവീത് ഐമാക്സിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാണാത്തവരുണ്ടെന്നെങ്കിൽ ഈ സിനിമ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണമെന്ന് ഞാൻ പറയാം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സാണ്. ഭയങ്കര രസമായിരുന്നു. അതും ഞാനൊരു ടൈറ്റ്ലി പാക്ഡ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാണ് അത് കണ്ടത്. നല്ല ബുക്കിംഗ് ആയിരുന്നു. ഞാൻ 129 റുപ്പീസിൻ്റെ ഓഫറും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് റിക്ലൈനേഴ്സ് 199 ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല, സോൾഡ് ഔട്ടായി പോയി. റിക്ലൈനറിൽ നിന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഈ സിനിമ എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. കാരണം തുടങ്ങിയതും തീർന്നതെന്ന് അറിഞ്ഞില്ല. അമ്മാരി പേസിംഗ് ആണ് ഈ സിനിമയുടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിടിലം പടം. ടിമോത്തി ഷാലമെ ഈസ് ഹെൽ ഓഫ് ആൻ ആക്ടർ. ഒരു രക്ഷയില്ല. ഈസ് ഡിറ്റർമിൻഡ്. ഈ വിൽ ബി വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇൻ ഫ്യൂച്ചർ. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ലിയാനാർഡോ ഡിക്കാപ്രിയോയ്ക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു യങ് ആക്ടർ എന്ന് പറയേണ്ടി വരും. അതായത് ജോണി ഡെപ്പ്, ക്രിസ്ത്യൻ ബെയിൽ, അങ്ങനെയുള്ള ആക്ടേഴ്സിലേക്ക് നല്ല രീതിയിൽ ചാനൽ ചെയ്ത് അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു പേസിങ്ങിൽ പോയാൽ ആ ലെവലിൽ എത്താൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അതിനുള്ള കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ടു ദം. സൂപ്പർ പെർഫോമൻസ്. ഇക്കൊല്ലം അച്ഛൻ്റെ ഡ്യൂൺ 3 വരുന്നുണ്ട്. അറിയാമല്ല, അത് ഡെനി വില്ലിയനാണ്. വേറെ ലെവലിലാണ് ക്യാരക്ടർ ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചേക്കണത് തന്നെ. ഡ്യൂൺ പാർട്ട് 2 തന്നെ മച്ചാൻ്റെ ഒരു ക്യാരക്ടർ ആർക്ക് നമ്മൾ കണ്ടാണ്. തേർഡിൽ ഇനിയിപ്പോൾ എനിക്കൊന്ന് പുള്ളിക്കാരൻ വേറെ ലെവൽ വില്ലനായി മാറുമെന്നൊക്കെ തോന്നുന്നു. എന്തായാലും കാണട്ടെ. എനിക്ക് ഡ്യൂൺ ബുക്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതുവരെ വായിച്ചിട്ടുമില്ല. ഡ്യൂൺ പഴയ സിനിമ ഞാൻ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് വരട്ടെ. റൂട്ടിങ് ഫോർ ഹിം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആയിരുന്നു. ബൈ ബൈ.